ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. വരാനിരിക്കുന്ന കാലവർഷക്കാലത്തെ നേരിടാൻ നഗരസഭയിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. നഗരസഭയിലെ പൊതുസ്ഥലങ്ങളും ഓടകളും ശുചീകരിച്ച് വരാനിരിക്കുന്ന മഴക്കാലത്തെ സുരക്ഷിതമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ടൗണിലെ പ്രധാന ഓടകളിലെ മണ്ണും പ്ലാസ്റ്റിക്കും അടക്കമുള്ള മാലിന്യങ്ങളും നീക്കം ചെയ്ത് വെള്ളപ്പൊക്ക സാധ്യത ഒഴിവാക്കുന്നതിനും ഉറവിട നശീകരണത്തിലൂടെ ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ പടരാതിരിക്കാനും കൊതുക് വരുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനും പൊതുസ്ഥലങ്ങളിൽ തള്ളിയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച് സംസ്കരണ കേന്ദ്രത്തിലേക്ക് മാറ്റും. നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ നഗരസഭ എൻഫോഴ്സ്മെന്റ് നടപടി ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. കരിമ്പുഴ പാലം മുതൽ മൈലാടി ജംഗ്ഷൻ വരെയും, മൈലാടി റോഡ് ചന്തക്കുന്ന് ജംഗ്ഷൻ വരെയും, വടപുറം മുതൽ ജ്യോതിപ്പടി വരെയും, റെയിൽവേ സ്റ്റേഷൻ മുതൽ മുക്കട്ട മഹാരാജാസ് ഓഡിറ്റോറിയം വരെയും, ഓഡിറ്റോറിയം മുതൽ താഴെ ചന്തക്കുന്ന് ജംഗ്ഷൻ വരെയും ഹരിതകർമ്മസേന, സാനിറ്റേഷൻ ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ സന്നദ്ധ സേവകർ, ERF അംഗങ്ങൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ, വ്യാപാരി സംഘടനാ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന 6 ടീമുകളായാണ് മാസ് ക്ലീനിംഗ് നടക്കുന്നത്. നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പരിപാടിക്ക് നേതൃത്വം നൽകി. മഴയ്ക്ക് മുൻപേ മാസ് ക്ലീനിംഗ് ആര്യാടൻ ഷൌക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാരായ മേരി ഷിബു, മുസ്തഫ കളത്തുംപടിക്കൽ, സ്മിതമോൾ, വ്യാപാരി പ്രസിഡന്റ് U നരേന്ദ്രൻ, ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ടുചാലി, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KP സലീം, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വിനോദ് K, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രേഷ്മ, സൂസൻ P പോൾ, ഫാബി നുജൂം, റവന്യൂ ഇൻസ്പെക്ടർ ജോസ്, കൌൺസിലർമാരായ അടുക്കത്ത് ഇസഹാഖ്, PT കുഞ്ഞിമുഹമ്മദ്, ഷഫീഖ് മണലോടി, ഫ്രാൻസിസ്, ജഷീല മോയിക്കൽ, ശാലിനി, റുബീന PV, പ്രഭ എന്നിവരും സെയ്ഫു ഏനാന്തി, ഷിബു പാടിക്കുന്ന് എന്നിവരും പ്രസംഗിച്ചു. വടപുറം പാലം മുതൽ കരിമ്പുഴ പാലം വരെയും, മൈലാടി പാലം മുതൽ മെയിൻ റോഡ് വരെയും, റെയിൽവേ സ്റ്റേഷൻ മുതൽ താഴെ ചന്തക്കുന്ന് ജംഗ്ഷൻ വരെയുമുള്ള ഏകദേശം 10 കിലോമീറ്ററോളം ദൂരത്തെ അജൈവ മാലിന്യങ്ങൾ പൂർണ്ണമായും ശേഖരിച്ച് MCFലേക്ക് നീക്കം ചെയ്തു. 3 ടൺ അജൈവ മാലിന്യം പരിപാടിയുടെ ഭാഗമായി ശേഖരിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള മാലിന്യ നീക്ക തീവ്രയജ്ഞ പരിപാടി വരും ദിവസങ്ങളിലും തുടരുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.